കംബാക്ക് സ്റ്റോറി ഇഷ്ടപ്പെടാതായിട്ട് ആൾക്കാരുണ്ടെന്ന് എനിക്കെന്നറിയില്ല, എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് ഏകദേശം അത് തന്നെയാണ് നമുക്കിപ്പോൾ മാർവലിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഈ അടുത്തിടയിൽ ഞാനൊരു ബ്രേക്ക് എടുത്ത സമയത്ത് എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും എന്നെ എന്തോരം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം, അത് ഒരിക്കലും ഞാൻ മറക്കില്ല. ആൻഡ് അതേ ഒരു സെയിം കാര്യം തന്നെയാണ് ഇപ്പോൾ മാർവലിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ. കാരണം ഒറ്റ വാക്കി ഞാനൊരു കാര്യം പറയാം, ഡെയർഡെവിൾ ബോൺ അഗെയിൻ മാർവലിനെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് തന്നെയാണ് എനിക്കിത് കണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി. കാരണം അത്രയും നല്ലൊരു സ്റ്റാർട്ട് തന്നെ ഈ ഒരു സീരീസിന് കൊണ്ടുവന്ന് തരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു വലിയൊരു താങ്ക്സ് ജിയോ ഹോട്ട്സ്റ്റാറിനോട് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തു, കാരണം എനിക്ക് ഫ്രീ ആക്സസ് തന്നത് കൊണ്ട് തന്നെ. സോ ഡെയർഡെവിൾ ബോൺ അഗെയിനകത്ത് നമുക്ക് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ 9 എപ്പിസോഡാണ് നമുക്ക് എന്താണെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമ്മൾ എന്താണെങ്കിലും ഓരോ ഇൻഡിവിജ്വൽ എപ്പിസോഡിന്റെ റിവ്യൂ ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഫൈനലി നമുക്ക് 9 എപ്പിസോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ ഫ്ലെജ് റിവ്യൂ ചെയ്യാമെന്ന് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് എന്താണെങ്കിലും കൂട്ടി വെച്ചാൽ മതി. ആൻഡ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതിനു മുമ്പ് ഡെയർഡെവിൾ നെറ്റ്ഫ്ലിക്സിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് ഇതിനകത്ത് തിരിച്ചു വരും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് വില്ലൻ ആയിട്ടുള്ള കിൻപിനെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. ഇത്തവണ കിൻപിന് കുറച്ചുകൂടി ഒരു വെറൈറ്റി ട്വിസ്റ്റ് അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കിൻപിന് ആൾക്കാരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ട്. ആൻഡ് അത് കൂടാതെ തന്നെ കിൻപിൻ മേയർ ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ആ ഒരു പവർ എത്രത്തോളം കൊണ്ടുവരാൻ പറ്റും, എത്രത്തോളം മാനിപ്പുലേഷൻ പുള്ളിക്കാരൻ ചെയ്യാൻ പറ്റും, അതെല്ലാം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പല എപ്പിസോഡിനകത്ത് നമുക്ക് അവർ കാണിച്ചു തന്നിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് അത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഡെയർഡെവിളിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇത് നമ്മുടെ ടിപ്പിക്കൽ നമ്മൾ നേരത്തെ നെറ്റ്ഫ്ലിക്സിൽ കണ്ടതുപോലെ ഒന്നും അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഡെയർഡെവിളിനെ നോക്കിക്കഴിഞ്ഞാൽ ഡെയർഡെവിൾ അല്ല, അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. ആൻഡ് പല കാര്യങ്ങളാണെങ്കിലും ഡെയർഡെവിളിൻ്റെ കൺട്രോളിൽ പോലും നിൽക്കാത്തതായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഡെയർഡെവിളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ലോയർ പെർസോണയാണെങ്കിലും അതുകൂടാതെ തന്നെ വിജിലാൻറ്റിയുടെ പെർസോണയാണെങ്കിലും തന്നെ. ആൻഡ് പിന്നെ എടുത്ത് പറയേണ്ട ഡയലോഗ് ഡെലിവറി എനിക്ക് വൺ പൊളിയായിട്ട് എനിക്ക് തോന്നി. എസ്പെഷ്യലി എടുത്ത് പറയേണ്ട കിൻപിനും അതുകൂടാതെ തന്നെ ഡെയർഡെവിളും തമ്മിലുള്ള ഡയലോഗ് ഡെലിവറിയൊക്കെ അവർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രീമിയർ എപ്പിസോഡ് മുതൽ തന്നെ അവർ നമ്മളെ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കാണിച്ചാണ് അവരെന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ 100% ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റിയ രീതിയിലുള്ള ഹുക്കും അവർക്ക് കൊണ്ടുവന്നു തരാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അവസാനത്തെ എപ്പിസോഡിലേക്ക് പോകണമെങ്കിൽ അവിടെ ഒരു ക്ലിപ്പ് ഹാങ്ങറും കൂടി ഇട്ടിട്ട് തന്നെയാണ് അവരെന്താണെങ്കിലും എപ്പിസോഡ്സ് എൻഡ് ചെയ്തിട്ടുള്ളത് തന്നെ. ആൻഡ് അതുകൊണ്ട് തന്നെ ആരിത് വാച്ച് ചെയ്യുവാണെങ്കിൽ തന്നെ ഇനി എന്ത് സംഭവിക്കണം എന്നൊരു കാര്യം കാണാനുള്ള ആ ഒരു ആകാംക്ഷ കൊണ്ടുവന്നു തരാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു MCUന്റെ കംബാക്ക് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. യെസ്, ഇനി നിങ്ങൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരുന്നിട്ടുള്ളൊരു കാര്യത്തിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. ആക്ഷൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആദ്യമേ ഞാൻ കാര്യം പറയാം, ഇത് ജഡ്ജ് ചെയ്യാറായിട്ടില്ല. ഇനി എപ്പിസോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നാണ് നമുക്ക് ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ആക്ഷൻസ് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ വളരെ കിടിലനായിട്ടുള്ളൊരു ആക്ഷൻസ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കുന്നത്. കാരണം MCUലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ എന്താ പറയുക, ഡെഡ്പൂൾ ആൻഡ് വോൾവറിനിലൊക്കെ നമ്മൾ ഹാർഡ് കോർ R-rated ആക്ഷൻ സീൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിനകത്ത് ഡെയർഡെവിൾ തന്നെയായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത് അതേപോലെ തന്നെ നിലനിർത്തി കൊണ്ടുവേണ്ടിയുള്ള ഒരു ആക്ഷൻസ് നമുക്ക് എന്താണെങ്കിലും അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ആക്ഷൻ ഫാൻ ആണെങ്കിൽ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സോ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ ഇതിനേക്കാളും കിടിലനായിട്ടുള്ള അവരെന്താ പറയുക, ഒറ്റ ഷോട്ട് ചെയ്യുന്ന ആക്ഷൻ സീക്വൻസ്, ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ഒക്കെ കാണാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. സോ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കുറേ കൂടി കിടിലൻ ആക്ഷൻസ് കാണാൻ സാധിക്കട്ടെ എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇത് മാത്രമാണ് ഇനീഷ്യൽ ആയിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഡെയർഡെവിൾ ബോൺ അഗെയിൻ്റെ പ്രീമിയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഡെയർഡെവിൾ ക്യാരക്ടർ ആരാണെന്നൊരു കാര്യം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ് ആൻഡ് ട്രസ്റ്റിംഗ് മീ. ബൈ ബൈ. പോയിന്റ്.